സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൺ പീസിലെ ഇപ്പോഴത്തെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 5 നോൺ ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പലരും വീഡിയോ കണ്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വൺ പീസോ അല്ലെങ്കിൽ ആനിമിയോ കാണുന്ന കൂട്ടുകാർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വിറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ലിസ്റ്റിൽ ഞാൻ മൊത്തം 8 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും 5 പേരെ മാത്രമേ ഞാനിതിൽ റാങ്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൽ 4 പേര് ഏകദേശം സെയിം ലെവലിൽ തന്നെ ഉള്ളതാണ്. ഈ ലിസ്റ്റിൽ 5th പ്ലേസിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ റോറോനോവ സോറോയും നമ്മുടെ സാഞ്ചിയുമാണ്. ഇവർ രണ്ടുപേരും ഈക്വൽസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം നമുക്കറിയാം, ഇവർ രണ്ടുപേരും നമ്മുടെ ലൂഫിയുടെ വിങ്സ് ആണ്. ഇവർ രണ്ടുപേരും ലൂഫിയുടെ വിങ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും പവർ ഒരേ ലെവലിൽ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അല്ലാതെ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ആയാലും നമ്മുടെ ഒരു പക്ഷിക്കും പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഈ ലിസ്റ്റിലുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഗോൾഡ് ഡി റോജറിൻ്റെ വിങ്സ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്കോപ്പർ ഗബാനും അതുപോലെ തന്നെ റെയിലിയോ ആണ്. ഇതേ കാര്യം തന്നെ നമുക്ക് ഇവരെ കൊണ്ടും പറയാം, ഇവർ രണ്ടുപേരും ഈക്വൽസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇവർ നമ്മുടെ റോജറിൻ്റെ വിങ്സ് ആയിരുന്നു. അതുകൊണ്ട് ഇവരും ഈക്വൽസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ പലർക്കും പലതും പറയാനുണ്ടാകും, പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഞാൻ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്യുന്നത് ഇപ്പോൾ ജീവനോടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ്. അതുകൊണ്ട് ഇതിന് മുമ്പുണ്ടായിട്ടുള്ള മരിച്ചു പോയ ക്യാരക്ടേഴ്സിനെ ഞാൻ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്തില്ല. അടുത്തതായി മൂന്നാമത് ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മങ്കി ഡി ഗാർപ്പാണ്. നമുക്കറിയാം, ഗാർപ്പ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗാർപ്പ് ഇപ്പോൾ ഒരു വയസ്സനാണെങ്കിലും നമ്മുടെ ഗാർപ്പ് ഹാച്ചിനോസ് പോയിട്ട് എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫോർമൽ അഡ്മിറലായിട്ടുള്ള കൂസാൻ്റെ കൂടെ നമ്മുടെ ഗാർപ്പ് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും OP ആയിട്ടുള്ള ഗാർപ്പ് ഈ പ്ലേസിൽ 3rd പ്ലേസിലാണ് വരുന്നത്. കാരണം ഇതിലും പവർഫുൾ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് കൂടി ഉണ്ട്. ഈ ലിസ്റ്റിൽ 2nd പ്ലേസിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡ്രാക്കുളയും മീഹോക്ക്. നമുക്കറിയാം, മീഹോക്ക് വൺ പീസിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറാണ്. അതുമാത്രമല്ല, വൺ പീസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ മീഹോക്കിനെ കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് എങ്ങനെയാണ് നമ്മുടെ മീഹോക്ക് തന്നെ വരുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ ഗാർപ്പിന് ഏജ് കുറവാണെങ്കിലും നമ്മുടെ ഗാർപ്പ് ഈ ലിസ്റ്റിൽ 2nd പ്ലേസിൽ വന്നേനെ. പക്ഷേങ്കിൽ ഇപ്പം നമ്മുടെ മീഹോക്ക് എന്തായാലും തൻ്റെ പ്രൈം ടൈമിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മീഹോക്ക് തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനം ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ 1ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഷാങ്സ്. നമുക്കറിയാം, സീരീസിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോങ്കർ ഹാക്കി യൂസർ ഷാങ്സ് ആണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സോർട്സ്മാനുമാണ്. നമുക്കിതൊക്കെ നമ്മുടെ ഷാങ്സിൻ്റെ ഫീറ്റ്സ് മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മെറീൻ ഫോർഡ് വാർ സ്റ്റോപ്പ് ചെയ്ത് അതുപോലെ തന്നെ വാനോയിൽ വന്നിട്ടുള്ള അഡ്മിറലിനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് 3 മില്യൺ പൗണ്ടികളെ നമ്മുടെ കിഡിനെ 1 ഷോട്ട് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഷാങ്സ് ആണ് നമ്മുടെ ലോക്കിനെ പിടിച്ചു കൊണ്ടുവന്ന് എൽബാഫ് കെട്ടിയിട്ടതെന്ന് വരെ പറയുന്നുണ്ട്. ഇത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഇപ്പം നമ്മുടെ ഷാങ്സിൻ്റെ പേരിൽ തന്നെയാണ് ആ ക്രെഡിറ്റ് ഉള്ളത്. പക്ഷേ അത് എങ്ങനെയാണെന്ന് റിവീൽ ആകുന്ന സമയത്ത് അത് മാറി മറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഇപ്പം നമ്മുടെ ഷാങ്സിനാണ് ടോപ്പ് 1-ലുള്ളത്. ഇത് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ മാറിയേക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ എന്നോട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.